ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു കുറച്ച് സവാള അരിഞ്ഞതും കൂടി കൊണ്ട് വെതറുക. എന്നിട്ട് ഒരു സ്പൂൺ അങ്ങോട്ട് വെക്കുക, കൊടുക്കുക. സർ, യുവർ മുട്ട ഗ്രീൻ പീസ് ഈസ് റെഡി. നമസ്കാരം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം, പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിരുന്ന ഈ പട്ടാണി മുട്ടല്ലേ, ഗ്രീൻ പീസ് മുട്ട. അത് ഈ തൃശ്ശൂർക്കാർക്ക് നല്ല പരിചയം ഉണ്ടാവും. തട്ടുകടകളിൽ ഭയങ്കര ഒരു സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈവനിങ്ങിൽ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇത് നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ഇന്ന് വൈഫിനോട് പറഞ്ഞു കുറച്ച് പച്ചപ്പട്ടാണി വെള്ളത്തിലിടുക കേട്ടോ. ഈ ഡ്രൈ ഗ്രീൻ പീസ് ആട്ടോ ഇത്. പച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ്. അപ്പോൾ അതൊരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ പട്ടാണിക്കടല വെന്തുണ്ട് കേട്ടോ. ഒരു 6 വിസിലടിച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായി വെന്തുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുള്ള മുട്ടയും ഗ്രീൻ പീസും കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നന്നായി വേവിക്കാൻ. വേണമെങ്കിൽ 5 വിസിലടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അധികം വേവാണ്ട ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിൽ കിടക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 ഒനിയൻ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ, നന്ന പച്ചമണം മാറിക്കോട്ടെ. ബേസിക്കലി നമ്മൾ കൊത്തിപ്പൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ തട്ടുകടയിലാവുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്യും, വെച്ചോ. പിന്നെ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലൊരു വിശേഷം വരുന്നു. തട്ടുകട ഉന്തുവണ്ടിയിൽ ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വായനശാലയിൽ ബുക്ക് എടുക്കാൻ പോകുമ്പോൾ, അന്നൊക്കെ വായനശാല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദൂരെയാണ്, സൈക്കിളോട്ട് പോകും നമ്മൾ. അപ്പോൾ അന്ന് പോണ ദിവസം ആഴ്ചയിൽ പോവും. പോണ ദിവസം അവിടുന്ന് പോയിട്ട് ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ ഓംലെറ്റ്, ബുൾസായി, അല്ലെങ്കിൽ ഇതുപോലെ മുട്ടയും ഗ്രീൻ പീസും കൊത്തിപ്പൊരിച്ചത് അതൊക്കെ കഴിക്കാണ്ട് പോരാറില്ല. ആ റോഡ് സൈഡിൽ നിന്നിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് സത്യം പറഞ്ഞു. അപ്പം ഇതൊന്ന് ഒരു പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു 2-3 പച്ചമുളക് അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത് അതിലേക്കിടുകയാണ്. ഈ ഓംലെറ്റിന് പച്ചമുളക് അരിയുമ്പോഴേ, ഞാൻ ബോംബെയിൽ താമസിക്കുമ്പോൾ എനിക്കൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, രമേശ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ എല്ലാവരും കൂടി താമസിക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അടുക്കളയിൽ കയറി വരും. നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് അരിഞ്ഞതിൻ്റെ സൈസ് നോക്കും, തിക്നെസ്. പുള്ളി പറയും പച്ചമുളകിൻ്റെ സൈസ് കാണാൻ പാടില്ല, ഇത്രയും ചെറുതായിരിക്കണം, ഓംലെറ്റ് കഴിക്കുമ്പോൾ പച്ചമുളക് ഉണ്ടെന്ന് അറിയരുത്, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ പറയും വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറയും. അപ്പം അങ്ങനെയായിരുന്നു കേസ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി വരുന്നത് അങ്ങോട്ട് ഇടുക. ഓക്കെ, ഒന്ന് പച്ചവെള്ളം മാറിക്കോട്ടെ കേട്ടോ. ഒരു 5-6 കറിവേപ്പില ഇട്ടു. ഞാനിപ്പോൾ ഈ തട്ടുകടക്കാർ കാണിക്കുന്ന പോലെ തന്നെ അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അവർ ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു ബോട്ടിൽ നിറച്ച് വയ്ക്കും. എന്നിട്ട് ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഒരു ചെറിയ ഓട്ടുണ്ട്. എന്നിട്ട് തൂറ്റിക്കലാണ്, കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓക്കെ, കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്യുക, ഒന്ന് അടിച്ചെടുക്കുക. വലിയ അടിയൊന്നും വേണ്ട, കൊത്തിപ്പൊരി ഉണ്ടാക്കാനല്ല, ഓംലെറ്റ് ഉണ്ടാക്കാനല്ല. എന്നാലും മുട്ട അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പൊള്ളച്ച് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യത്തിന് മൂത്തുണ്ട്. നമ്മൾ ഇതിലേക്കാണ് മുട്ട ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ അറിയാലോ എല്ലാവർക്കും. അതുപോലെ നമ്മളിങ്ങനെ ഇതാക്കി എടുക്കുക.
ഒരു 90% മുട്ട വേവുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർക്കാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴും ഇതിൽ മുട്ടയാണ് കൂടുതൽ വേണ്ടത്. എന്നിരുന്നാലും നമ്മളൊരു 2 കയ്യില് ഗ്രീൻ പീസ് ചേർക്കണം കേട്ടോ. ഓക്കെ, ഇനി അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ മുട്ട അതിൻ്റെ മുകളിൽ പിടിക്കണം. എപ്പോഴും മുട്ട തന്നെയാണ് കൂടുതൽ നിൽക്കേണ്ടത്, മുഴച്ചിക്കേണ്ടത് ഇതിൽ കേട്ടോ. ഗ്രീൻ പീസ് കൂടണ്ട, കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോവും. മനസ്സിലായ? ഇതെന്നാ ഗ്രീൻ പീസിന്റെ വെള്ളം ഒന്ന് ഇതായിക്കോട്ടെ കേട്ടോ. നിങ്ങൾ ഇളക്കി ചേർത്തു കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി കൊണ്ട് വെതറുക. യുവർ മുട്ട ഗ്രീൻ പീസ് ഈസ് റെഡി. ഓക്കെ, ഞാൻ കഴിക്കട്ടെ കേട്ടോ, എനിക്ക് ഇനി സമയമില്ല.